എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ് വിദ്യാർത്ഥികൾക്ക് 1 മാർക്കോ അല്ലെങ്കിൽ 2 മാർക്കോ കുറയുകയാണെങ്കിൽ A+ നഷ്ടപ്പെടുമോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അറിയാം A+ ലഭിക്കുന്നതിനായിട്ട് ഏകദേശം 90% മുതൽ 100% വരെ മാർക്ക് നിങ്ങൾക്ക് നേടിയിരിക്കണം. അപ്പോൾ അത് സാധാരണഗതിയിൽ നിങ്ങൾക്ക് 80 മാർക്കിൻ്റെ ആ ഒരു വിഷയത്തിൽ, അതായത് ഗണിതശാസ്ത്രം പോലുള്ളവയിൽ നിങ്ങൾക്ക് 80 മാർക്കാണ് ഉണ്ടാവുക. 80 മാർക്കും അതുപോലെ 20 മാർക്ക് CE ആണ് ഉണ്ടാവുക. അപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് 100 മാർക്കാണ് ഉണ്ടാവുക. അപ്പോൾ 100ൽ 90 മുതൽ 100 മാർക്ക് വരെ ലഭിക്കുകയാണെങ്കിലാണ് വിദ്യാർത്ഥികൾക്ക് A+ ലഭിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 40 മാർക്കിൻ്റെ വിഷയത്തിൽ, അതായത് നിങ്ങൾക്ക് മലയാളം ഒക്കെ 40 മാർക്കാണ്, അതിൽ 10 മാർക്ക് CE ആണ് ഉണ്ടാവുക. ടോട്ടൽ നിങ്ങൾക്ക് 50 മാർക്ക്, 50 മാർക്കിൻ്റെ 90% മുതൽ 100% വരെ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് A+ ഗ്രേഡ് കിട്ടും. അതായത് നിങ്ങൾക്ക് 45 മാർക്കോ അതുപോലെ തന്നെ 46, 47, 48, 49, 50 ഈ ഒരു മാർക്കുകളിൽ ഏതെങ്കിലും ഒരു മാർക്കാണ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്കതിൽ A+ ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് 100 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 90 മാർക്ക് ലഭിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് അതോ അതിൽ കൂടുതലോ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് A+ ഗ്രേഡ് ആയിരിക്കും കിട്ടുക. അതേസമയം നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷയിൽ, അതായത് നമുക്ക് എഴുത്ത് പരീക്ഷയുടെ കാര്യം മാത്രം നോക്കാം. എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾക്ക് 40 മാർക്കിൽ 35 മാർക്ക് ലഭിച്ചാലാണ് A+. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് 70 മാർക്കോ അതായത് 72 മാർക്കോ അതിന് മുകളിലോ ലഭിക്കുകയാണെങ്കിലാണ് A+ ആയിട്ട് മാറുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിനോടൊപ്പം, അതായത് നിങ്ങൾക്ക് 20 മാർക്ക് CE കിട്ടുന്ന സമയത്ത്, അങ്ങനെ നിങ്ങൾക്ക് ഫുൾ CE ലഭിക്കുന്ന വിദ്യാർത്ഥികൾ 70 മാർക്ക് ലഭിച്ചു കഴിഞ്ഞാലും ആ ഒരു വിദ്യാർത്ഥിക്ക് 90 മാർക്ക് ലഭിക്കും. അപ്പോൾ 90 മാർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ A+ ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് A+ ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം പറയാനായിട്ട് സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ, അതായത് നിങ്ങൾക്ക് ജസ്റ്റ് 1 മാർക്കിൻ്റെ വ്യത്യാസം വരികയാണ്, അതായത് A+ ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് 1 മാർക്കിൻ്റെ വ്യത്യാസം വരുന്ന, അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ വ്യത്യാസം വരികയാണെങ്കിൽ, അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ വിഷയത്തിൽ 72 മാർക്ക് ലഭിക്കുന്ന സമയത്ത്, അതായത് നിങ്ങൾക്ക് ഈ ഒരു 72 മാർക്ക് ലഭിച്ചിട്ടില്ല, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു 72 മാർക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക്, അതായത് ഏകദേശം ഒരു 69 മാർക്കാണ് ലഭിച്ചത് എന്ന് കരുതുക. അതായത് നിങ്ങൾക്ക് ഈ ഒരു 35 മാർക്കും അതുപോലെ തന്നെ 10 മാർക്ക് CE ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ 72ഉം 20ഉം, അതായത് നിങ്ങൾക്കൊരു 70 കിട്ടിയാൽ മതി. അപ്പോൾ 90 മാർക്ക് ആയി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയത്ത് അത് A+ ആയിട്ട് മാറും. പക്ഷെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 35ന് പകരം നിങ്ങൾക്കൊരു 34 അല്ലെങ്കിൽ 33 മാർക്ക് മാത്രമേ ലഭിച്ചുള്ളൂ. 10 മാർക്ക് CE കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 70 മാർക്ക് ലഭിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ലഭിച്ചത് ഒരു 69 മാർക്കാണ്. 69 മാർക്കും അതുപോലെ തന്നെ 20 മാർക്ക് CE ഉണ്ട്. ടോട്ടൽ നിങ്ങൾക്ക് 89 മാർക്കാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പേപ്പർ വാല്യുവേഷൻ ചെയ്യുന്ന ടീച്ചേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, 1 മാർക്ക് നിങ്ങൾക്ക് എവിടെയെങ്കിലും തരാനായിട്ട് പറ്റുമോ എന്നുള്ളത് നിങ്ങളുടെ ആൻസർ ഷീറ്റ് വീണ്ടും ചെക്ക് ചെയ്യും. അപ്പോൾ വീണ്ടും ചെക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് എവിടെയെങ്കിലും മാർക്ക് ഇട്ട് തരാനായിട്ട് പറ്റുന്നുണ്ട് എങ്കിൽ ആ ഒരു ചിലപ്പോൾ അരമാർക്കായിരിക്കും അല്ലെങ്കിൽ 1 മാർക്കായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അരമാർക്ക് മാത്രമേ തരാൻ സാധിക്കുന്നുള്ളൂ എങ്കിൽ ആ ഒരു ക്വസ്റ്റ്യന്, അതായത് ആ ഒരു ആൻസറിന് അരമാർക്ക് തരും. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത മറ്റൊരു ആൻസർ നോക്കും. അപ്പോൾ അതിലും നിങ്ങൾക്ക് അരമാർക്ക് തരാൻ പറ്റുമെങ്കിൽ അരമാർക്ക് തരും. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ അരമാർക്ക് തന്ന് ടോട്ടൽ 1 മാർക്ക് നിങ്ങൾക്ക് വീണ്ടും ലഭിച്ചു. അപ്പോൾ അങ്ങനെ ലഭിക്കുന്ന സമയത്ത് ഈ ഒരു 34 എന്നുള്ളത് 35 ആയിട്ട് മാറും. അങ്ങനെ 35 മാർക്കും അതുപോലെ 10 മാർക്ക് CEയും കൂട്ടുമ്പോൾ 45 മാർക്ക് അത് A+ ആയിട്ട് മാറുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ 69 മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 മാർക്ക് വ്യത്യാസത്തിൽ നിങ്ങൾക്ക് A+ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ടീച്ചേഴ്സ് സാധാരണഗതിയിൽ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് ഇട്ട് തരികയാണ് ചെയ്യുക. അതായത് നിങ്ങളുടെ ആ ഒരു പേപ്പർ വാല്യുവേഷൻ ചെയ്തുകൊണ്ട് വീണ്ടും നിങ്ങൾക്ക് എവിടെയെങ്കിലും മാർക്ക് തരാൻ പറ്റുമോ എന്നുള്ളത് നോക്കിക്കൊണ്ട് എവിടെയാണോ തരാൻ പറ്റുന്നത് അവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് മാർക്ക്, അതായത് നിങ്ങൾക്ക് അരമാർക്കോ അല്ലെങ്കിൽ 1 മാർക്കോ നിങ്ങൾക്ക് തരും. അപ്പോൾ അങ്ങനെ തരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് A+ ആയിട്ട് മാറും. സാധാരണഗതിയിൽ ടീച്ചേഴ്സ്, അതായത് SSLC റിസൾട്ട് വാല്യുവേഷൻ ചെയ്യുന്ന സമയത്ത്, അതായത് SSLC പേപ്പർ വാല്യുവേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ 2 അല്ലെങ്കിൽ 3 മാർക്കോ അല്ലെങ്കിൽ 1 മാർക്കിൻ്റെ ഒക്കെ വ്യത്യാസത്തിൽ A+ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലും മാർക്ക് തന്നിട്ട് ആ ഒരു വിഷയത്തിന് A+ ആക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ടീച്ചേഴ്സ് നോക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇനിയുള്ള പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുക. അതായത് നിങ്ങൾ A+ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളൊരു 38 മാർക്കൊക്കെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും
എന്തെങ്കിലും മാർക്ക് നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ എഴുതിയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് 35 മാർക്ക് ഉറപ്പായിട്ടും ലഭിക്കുകയും അങ്ങനെ നിങ്ങൾക്ക് അത് A+ലേക്ക് മാറ്റാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ജസ്റ്റ് നിങ്ങൾക്ക് 1 മാർക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് നോക്കി അങ്ങനെ നിങ്ങൾക്ക് അത്രമാത്രം മാർക്ക് മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളത് കരുതി നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ടതില്ല, അതുപോലെ പേടിക്കേണ്ട ആവശ്യവുമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് ഒരു പരീക്ഷ അതായത് ഏകദേശം നിങ്ങൾക്ക് പരീക്ഷ കഴിഞ്ഞിട്ടുള്ളത് 2 പരീക്ഷയാണ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി ബാക്കി പരീക്ഷകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് തിങ്കളാഴ്ചയുള്ള എക്സാമിനേഷൻ ഗണിതശാസ്ത്രമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു പരീക്ഷ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പഠിച്ചിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് A+ ലഭിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നന്നായിട്ട് നല്ലൊരു കാര്യമാണ്. അതായത് +1 അഡ്മിഷനൊക്കെ അത് കൂടുതൽ ഹെൽപ്പ് ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് 2 പരീക്ഷയെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഇനി മാത്സ് ഉണ്ട്. നിങ്ങൾക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മാത്സിന് A+ഓ അല്ലെങ്കിൽ A ഗ്രേഡോ നേടാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഇനി അടുത്ത പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് A+ ലഭിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ +1 അഡ്മിഷന് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് കൂടുതൽ സഹായകരമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ A+ൻ്റെ കാര്യത്തിൽ മാത്രമല്ല, വിദ്യാർത്ഥികൾക്ക് ജസ്റ്റ് ജയിക്കാനുള്ള മാർക്ക് ലഭിക്കുന്നില്ല എങ്കിൽ കൂടിയും ടീച്ചർ പ്രത്യേകമായിട്ട് ചെയ്യുന്നത് നിങ്ങളെ ജയിപ്പിക്കാനായിട്ട് എവിടെയെങ്കിലും മാർക്ക് തരാനായിട്ട് പറ്റുമോ എന്നുള്ളതാണ്. അതേ രീതിയിൽ തന്നെയാണ് A+ നിങ്ങൾക്ക് ജസ്റ്റ് എവിടെയെങ്കിലും 1 മാർക്കോ 2 മാർക്കോ 3 മാർക്കിൻ്റെയൊക്കെ വ്യത്യാസത്തിൽ A+ പോകുന്ന സമയത്ത് ടീച്ചേഴ്സ് നിങ്ങളുടെ പേപ്പർ വീണ്ടും ചെക്ക് ചെയ്തുകൊണ്ട് എവിടെയെങ്കിലും നിങ്ങൾക്ക് മാർക്ക് തരാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് നോക്കും. അങ്ങനെ നോക്കിയിട്ട് എവിടെയെങ്കിലും തരാനായിട്ട് സാധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് തന്നിട്ട് ടീച്ചേഴ്സ് ആ ഒരു പേപ്പർ അതായത് നിങ്ങളുടെ ഉത്തര പേപ്പർ വാല്യുവേഷൻ ചെയ്യുന്ന ടീച്ചേഴ്സ് അതിനെ A+ ആക്കിയിട്ട് നിങ്ങൾക്ക് മാറ്റിത്തരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒട്ടും പേടിക്കേണ്ട. നിങ്ങൾ അടുത്ത പരീക്ഷയിൽ നന്നായിട്ട് പഠിച്ച് A+ നേടുന്നതിന് ആവശ്യമായിട്ടുള്ള മാർക്ക് നേടാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു 35 മാർക്ക് എന്ന് പറയുന്നത് 10 മാർക്ക് CE ലഭിക്കുന്ന വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണ്. അതേസമയം നിങ്ങൾക്ക് 9 മാർക്കാണ് CE ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ 40 മാർക്കിൽ 36 മാർക്ക് വാങ്ങിയാലാണ് ആ ഒരു ടോട്ടൽ മാർക്ക് 45 ആവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് പറ്റുന്ന മാർക്ക് കൂടുതൽ വാങ്ങാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ആരും ഈ ഒരു കാര്യം A+ നേടണം, എനിക്ക് A+ ലഭിക്കില്ല എന്നൊക്കെ കരുതി ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ട് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ മാത്സ് എക്സാമിന് നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള എക്സാമിനേഷനും ആ ഒരു സമയത്ത് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ജസ്റ്റ് പഠിക്കാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ കൂടിയും നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.